ഹായ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് 2026 നിലവിൽ വന്ന കേരള മന്ത്രിസഭയാണ്. അപ്പോൾ ഓരോ മന്ത്രിമാരും അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളും കോഡുകളൊക്കെ വെച്ചുകൊണ്ട് വളരെ കൃത്യമായി തന്നെ നമുക്ക് പഠിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കോഡുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആയി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. നിലവിലെ മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട വകുപ്പുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. പൊതുഭരണം, ധനകാര്യം, നിയമം, തുറമുഖം, വിമാനത്താവളങ്ങൾ, മെട്രോ, ലോട്ടറി, ദുരന്ത നിവാരണം. വി.ഡി. സതീശൻ, നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട വകുപ്പുകളാണ് പൊതുഭരണം, ധനകാര്യം, നിയമം, തുറമുഖം, വിമാനത്താവളങ്ങൾ, മെട്രോ, ലോട്ടറി, ദുരന്ത നിവാരണം. അപ്പൊ ഇവിടെ പഠിച്ചു വെക്കണം, വി.ഡി. സതീശൻ കേരളത്തിന്റെ 24ാമത് മുഖ്യമന്ത്രിയാണ്. കേരളത്തിന്റെ 24ാമത് മുഖ്യമന്ത്രിയാണ്. വ്യക്തികളുടെ അടിസ്ഥാനത്തിൽ ചോദിക്കുകയാണെങ്കിൽ 13ാമത് വ്യക്തിയാണ് എന്നും ഓർത്തിരിക്കുക. കേരളത്തിന്റെ 24ാമത് മുഖ്യമന്ത്രിയാണ്. വ്യക്തികളുടെ അടിസ്ഥാനത്തിൽ ചോദിക്കുകയാണെങ്കിൽ 13ാമത് വ്യക്തി കൂടിയാണ്. അപ്പൊ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് പൊതുഭരണം, ധനകാര്യം, നിയമം, തുറമുഖം, വിമാനത്താവളങ്ങൾ, മെട്രോ, ലോട്ടറി, ദുരന്ത നിവാരണം. അപ്പൊ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ ആരുടെ കീഴിലാണ്? മുഖ്യമന്ത്രിയുടെ കീഴിലാണ്. ഇനി ഓർക്കാൻ വേണ്ടി ചില ട്രിക്സ് പറയാം. അപ്പൊ ഭരണം നടത്തുന്നത് ആരായിരിക്കും? മുഖ്യമന്ത്രിയാണ്. ഭരണം ആരുടെ കീഴിലാണ്? മുഖ്യമന്ത്രിയുടെ കീഴിലാണ്. അപ്പൊ വി.ഡി. സതീശനാണ്. അപ്പൊ ഭരണം നടത്താൻ എന്ത് വേണം? ധനം വേണം അല്ലെ? ഭരണം നടത്താൻ കയ്യിൽ എന്ത് വേണം? കാശ് വേണം, ധനം വേണം. അപ്പൊ ധനകാര്യം ആരുടെ കീഴിലാണ്? വി.ഡി. സതീശൻ, മുഖ്യമന്ത്രിയായിട്ടുള്ള വി.ഡി. സതീശന് കീഴിലാണ് ധനകാര്യം വരുന്നത്. ഇനി നിയമം പ്രധാനപ്പെട്ട വകുപ്പാണല്ലോ. അപ്പൊ ആരുടെ കീഴിലായിരിക്കും നിയമം? മുഖ്യമന്ത്രി വി.ഡി. സതീശന് കീഴിലാണ്. ഇനി തുറമുഖം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇവിടെ മുഖം കണക്ട് ചെയ്താൽ മതി. നമ്മുടെ വി.ഡി. സതീശന്റെ പൂക്കി ഫേസ് അല്ലെ, ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ തുറമുഖം ആരുടെ കീഴിലാണ്? മുഖ്യമന്ത്രി വി.ഡി. സതീശന് കീഴിൽ വരുന്നതാണ് തുറമുഖം. വിമാനത്താവളങ്ങൾ, മെട്രോ, ഇതൊക്കെ ആരുടെ കീഴിൽ വരുന്നതാണ്? നമ്മുടെ മുഖ്യമന്ത്രി ആയിട്ടുള്ള വി.ഡി. സതീശന് കീഴിൽ വരുന്നതാണ്. ലോട്ടറി എന്ന് പറയുമ്പോൾ വി.ഡി. സതീശന് മുഖ്യമന്ത്രി പദം കിട്ടിയത് തന്നെ ഒരു ലോട്ടറി അടിച്ച പോലെയാണ് അല്ലെ. മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു ലോട്ടറി അടിച്ച പോലെയാണ് വി.ഡി. സതീശന് മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചത്. അപ്പൊ ലോട്ടറി ആരുടെ കീഴിലാണ്? വി.ഡി. സതീശൻ മുഖ്യമന്ത്രി. വി.ഡി. സതീശന് കീഴിലാണ് ലോട്ടറി വകുപ്പ് വരുന്നത്. ദുരന്ത നിവാരണം, ഒരു സംസ്ഥാനത്ത് എന്തെങ്കിലും ദുരന്തം നടന്നു കഴിഞ്ഞാൽ അതിന്റെ ചുമതല ആർക്കാണ്? അത് മുഖ്യമന്ത്രിയുടെ കീഴിലാണ് അല്ലെ. അപ്പൊ ദുരന്ത നിവാരണം ആരുടെ കീഴിലാണ്? വി.ഡി. സതീശൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വകുപ്പുകളാണ് പറഞ്ഞിട്ടുള്ളത്. പൊതുഭരണം, ധനകാര്യം, നിയമം, തുറമുഖം, വിമാനത്താവളങ്ങൾ, മെട്രോ, ലോട്ടറി, ദുരന്ത നിവാരണം. ഇനി രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? ആഭ്യന്തരം, വിജിലൻസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ജയിൽ, കയർ വകുപ്പ്. രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ആഭ്യന്തരം, വിജിലൻസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ജയിൽ, കയർ. അപ്പോ നമ്മുടെ മുഖ്യമന്ത്രി സ്ഥാനത്തോട്ട് നമ്മൾ കേട്ടിട്ടുള്ള പേര് തന്നെയായിരുന്നു രമേശ് ചെന്നിത്തല. അപ്പൊ അദ്ദേഹത്തിനും എന്ത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്? പ്രധാനപ്പെട്ട വകുപ്പുകളാണ്. ക്രമസമാധാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വകുപ്പുകളാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. ആഭ്യന്തരം, വിജിലൻസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ജയില്, കയറ്. കെ മുരളീധരൻ കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ആരോഗ്യം, ദേവസ്വം. ആരോഗ്യവുമായി ബന്ധപ്പെട്ട മറ്റു വകുപ്പുകൾ മെഡിക്കൽ വിദ്യാഭ്യാസം, മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ആയുഷ്, ഡ്രഗ്സ് കൺട്രോൾ, ഭക്ഷ്യസുരക്ഷ. അപ്പൊ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? കെ മുരളീധരൻ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ആരോഗ്യം അല്ലെ. ആരോഗ്യം പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ്? നമുക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ മുക്കി മൂളിയൊക്കെ ആവും അല്ലെ. മുക്കി മൂളിയാവും. അപ്പൊ മൂളി എന്നതിൽ നിന്ന് മുരളി എന്ന് കണക്ട് ചെയ്യാലോ. അപ്പൊ ആരോഗ്യമുള്ള കാലത്ത് നമ്മൾ നോക്കാം, മക്കളൊക്കെ ഉണ്ടാവും, നമ്മളെ മക്കൾക്ക് ആവശ്യം ഉണ്ടാവും അല്ലെ. എന്നാൽ ആരോഗ്യമൊക്കെ പോയി കഴിഞ്ഞാൽ എന്താണ്? നമ്മളെ മക്കൾ എന്ത് ചെയ്യും? അമ്പലങ്ങളിലൊക്കെ കൊണ്ടേ ഉപേക്ഷിക്കും അല്ലെ. അപ്പൊ നമുക്ക് കാണാം അമ്പലങ്ങളിൽ എന്താണ്? ആരോഗ്യമൊക്കെ പോയിട്ടുള്ള വയസ്സായിട്ടുള്ള ആളുകൾ നമ്മൾ ഭിക്ഷ യാചിച്ച് കാണാറുണ്ട്. കണക്ട് ചെയ്ത് വെക്കാലോ. ആരോഗ്യം പോയി കഴിഞ്ഞാൽ എവിടെ കാണാം? അമ്പലങ്ങളിൽ കാണാം. ഭിക്ഷയൊക്കെ യാചിച്ച് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ആരോഗ്യം പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ്? മുക്കിയും മൂളിയുമാണ് അല്ലെ. അപ്പൊ മൂളി എന്നതിൽ നിന്ന് കെ മുരളീധരൻ എന്ന് കണക്ട് ചെയ്യാലോ. അപ്പൊ ആരോഗ്യം, ദേവസ്വം രണ്ട് വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നത് കെ മുരളീധരനാണ്. എ പി അനിൽകുമാർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ലാൻഡ് റവന്യൂ,
സർവേ ആൻഡ് റെക്കോർഡ്സ്, ഭൂപരിഷ്കരണം. അപ്പൊ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? അനിൽ കുമാർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കുമാരൻ എന്ന് കണക്ട് ചെയ്യാം, രാജകുമാരൻ ട്ടോ, രാജകുമാരൻ. അപ്പൊ രാജകുമാരനെ എന്ത് ഏൽപ്പിക്കുകയാണ്? നിലം ഏൽപ്പിക്കുകയാണ്. നിലം എന്ന് പറഞ്ഞാൽ ഭൂമിയാണല്ലോ. രാജകുമാരനെ ഭൂമി ഏൽപ്പിക്കുകയാണ്. എന്തിനാ? ലാൻഡ് റവന്യൂ, നികുതികൾ പിരിക്കാനൊക്കെ വേണ്ടിയിട്ട് കുമാരനെ എന്ത് ഏൽപ്പിച്ചു? ലാൻഡ് ഏൽപ്പിച്ചു. അപ്പൊ ലാൻഡ് റവന്യൂ, സർവേ ആൻഡ് റെക്കോർഡ്സ്, ഭൂപരിഷ്കരണം. ഭൂപരിഷ്കരണം ഒക്കെ നമുക്ക് രാജാക്കന്മാരുടെ കാലത്ത് നമ്മൾ കേൾക്കുന്ന വാക്കുകളാണ് അല്ലെ. ഭൂപരിഷ്കരണങ്ങളൊക്കെ നടപ്പാക്കി എന്നുള്ളത്. അപ്പൊ കുമാരൻ എന്ത് നടപ്പാക്കി? ഭൂപരിഷ്കരണങ്ങൾ നടപ്പാക്കി. അതുപോലെ നികുതികളൊക്കെ പിരിച്ചെടുത്തു എന്നോർത്താൽ AP അനിൽ കുമാർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ലാൻഡ് റവന്യൂ, സർവേ ആൻഡ് റെക്കോർഡ്സ്, ഭൂപരിഷ്കരണം. ഇനി പി കുഞ്ഞാലിക്കുട്ടി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് വ്യവസായം, വാണിജ്യം, IT, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സ്റ്റാർട്ടപ്പുകൾ, മൈനിങ് ആൻഡ് ജിയോളജി, കൈത്തറി, വസ്ത്രവ്യാപാരം. നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് പോവാം? പി കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുമ്പോൾ, കുഞ്ഞാലി എന്ന് പറയുമ്പോൾ ഇവിടെ എലി എന്ന് കണക്ട് ചെയ്ത് വെച്ചൂടെ? എലി. അപ്പൊ വ്യവസായശാലകളിലൊക്കെ കയറി എലി കരണ്ട് തിന്നുന്നത് ഓർത്ത് വെച്ചാൽ വ്യവസായവും വാണിജ്യമൊക്കെ ആരുടെ കീഴിലാണ്? പി കുഞ്ഞാലിക്കുട്ടി. ഇനി IT എന്ന് പറയുമ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെ, കമ്പ്യൂട്ടറൊക്കെ ബന്ധപ്പെട്ടതാണ്. അപ്പോൾ കമ്പ്യൂട്ടറിന്റെ വയറൊക്കെ ആര് കടിച്ചു കീറുകയാണ്? എലി അല്ലെ. കമ്പ്യൂട്ടറിന്റെ വയറൊക്കെ ആര് കടിച്ചു കീറി? എലി. ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI, അത് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. ഇനി സ്റ്റാർട്ടപ്പുകൾ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ബിസിനസ് അവസാനിപ്പിക്കേണ്ടി വന്നു. കാരണം എന്താ? എലി എല്ലാം കരണ്ട് തിന്നു എന്ന് ഓർത്താൽ മതി കേട്ടോ. ഇനി മൈനിങ് ആൻഡ് ജിയോളജി, ഖനനം അല്ലെ. അപ്പോ എലി കുഴിക്കുന്നത് ഓർത്ത് വെച്ചാലോ, മൈനിങ് ആൻഡ് ജിയോളജിയും കണക്ട് ചെയ്ത് വെക്കാലോ. കൈത്തറി, വസ്ത്രവ്യാപാരം, വസ്ത്രമൊക്കെ ആര് കടിച്ചു കീറുകയാണ്? എലി കടിച്ചു കീറുകയാണ് എന്ന് ഓർത്താൽ പി കുഞ്ഞാലിക്കുട്ടി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് വ്യവസായം, വാണിജ്യം, IT, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സ്റ്റാർട്ടപ്പുകൾ, മൈനിങ് ആൻഡ് ജിയോളജി, കൈത്തറി, വസ്ത്രവ്യാപാരം. ഇനി ടി സിദ്ദിഖ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ചോദിച്ചാൽ കൃഷി, മണ്ണ് സംരക്ഷണം, കേരള കാർഷിക സർവകലാശാല. കൃഷിയുമായി ബന്ധപ്പെട്ട വകുപ്പുകളാണ് ടി സിദ്ദിഖ് കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? സിദ്ദിഖ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ദിക്ക് എന്ന് കണക്ട് ചെയ്യാലോ, ദിക്ക്. അപ്പോൾ കൃഷി ചെയ്യാൻ എന്തറിയണം? ദിക്ക് അറിയണം. എല്ലാ ഭൂമിയിലും കൃഷി ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലെ. സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ടോ, വെള്ളം ലഭ്യത ഉണ്ടോ, എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ദിക്ക് അറിഞ്ഞേ കൃഷി ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നോർത്താൽ മതി. ദിക്ക് എന്നതിൽ നിന്ന് സിദ്ദിഖ് കണക്ട് ചെയ്ത് വെച്ചൂടെ? അപ്പോൾ ടി സിദ്ദിഖ് കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് കൃഷി. ഇനി നോക്കൂ, PC വിഷ്ണുനാഥ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? ടൂറിസം, സാംസ്കാരികം, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, കേരള ചലച്ചിത്ര അക്കാദമി, കേരള സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ്. PC വിഷ്ണുനാഥ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? വിഷ്ണുനാഥ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നാഥൻ എന്ന് കണക്ട് ചെയ്യാം, നാഥൻ. അപ്പോ ടൂറിസം, ടൂർ പോകുമ്പോൾ നമുക്കിടയിൽ എന്തുണ്ടാവും? ഒരു നാഥൻ ഉണ്ടാവും അല്ലെ. ടൂറിന്റെ ആ ഒരു ഗ്യാങ്ങില് എല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നാഥൻ ഉണ്ടാവും എന്ന് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ സാംസ്കാരികം, നമ്മൾ കൾച്ചറൊക്കെ പഠിച്ചെടുക്കുന്നത് നമ്മുടെ മുതിർന്നവരെ കണ്ടിട്ടാണ്, നാഥനെ കണ്ടിട്ടാണ് എന്ന് ഓർത്താൽ സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നതും ആര് തന്നെയാണ്? വിഷ്ണുനാഥാണ്. ഇനി കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, ചിത്രങ്ങൾ നമുക്ക് സിനിമകളിൽ എന്ത് കാണാം? നാഥനെ കാണാം എന്നോർത്താൽ മതി. നാഥനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സിനിമയാണ് എന്നോർത്താൽ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനും കേരള ചലച്ചിത്ര അക്കാദമി, കേരള സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് എല്ലാം കണക്ട് ചെയ്ത് വെക്കാലോ. PC വിഷ്ണുനാഥ് കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ടൂറിസം, സാംസ്കാരികം, ചലച്ചിത്ര അക്കാദമി. ഇനി ലിജു കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് സഹകരണം, എക്സൈസ്. സഹകരണം, എക്സൈസ് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ലിജു ആണ്. നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? എക്സൈസ് പിടിക്കുന്നത് എപ്പോഴാണ്? ലൈം ജ്യൂസ് അടിച്ചപ്പോഴാണ് കേട്ടോ. എന്തടിച്ചപ്പോഴാണ്? ലൈം ജ്യൂസ് ഉണ്ടാക്കി എല്ലാവരും കൂട്ടായിട്ട് സഹകരണത്തോട് കൂടി ലൈം ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ എന്താണ്? എക്സൈസ് പിടിച്ചു എന്നോർത്താൽ മതി. ലൈം ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് എക്സൈസ് വന്ന് പിടിക്കുന്നത് എന്നോർത്താൽ ലിജു കണക്ട് ചെയ്യാലോ. ലൈം ജ്യൂസ്, എക്സൈസ് എപ്പോഴാണ് പിടിക്കുന്നത്? ലൈം ജ്യൂസ് ഉണ്ടാക്കിയപ്പോഴാണ്. അപ്പൊ അതിൽ നിന്ന് ലിജു കണക്ട് ചെയ്ത് വെച്ചൂടെ? എല്ലാവരും സഹകരണത്തോട് കൂടിയിട്ട് കേട്ടോ. അപ്പൊ സഹകരണം, എക്സൈസ് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ലിജു ആണ്. ഇനി CP ജോൺ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് റോഡ് ഗതാഗതം, മോട്ടോർ വാഹന വകുപ്പ്, ജലഗതാഗതം. എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം? CP ജോൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഹോൺ എന്ന് കണക്ട് ചെയ്യാം അല്ലെ. ഗതാഗതം എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്ത് കണക്ട് ചെയ്യാം? ഹോൺ, റോഡിൽ വാഹനങ്ങൾ ഇങ്ങനെ ഹോൺ അടിക്കുന്നത് നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. ഹോൺ എന്നതിൽ നിന്ന് ജോൺ എന്ന് കണക്ട് ചെയ്യാലോ. ഇനി CP ജോൺ ഓർത്തിരിക്കണം. CP ജോൺ ആണ് റോഡ് ഗതാഗതം, മോട്ടോർ വാഹന വകുപ്പ്, ജലഗതാഗതം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോ
നമ്മൾ വാഹനങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ എന്താണ് സി കാണുമ്പോഴാണല്ലോ പി എന്ന് ഹോൺ അടിക്കുന്നത്. മുന്നിൽ ഇങ്ങനെ വാഹനങ്ങൾ ബ്ലോക്കായി ഒക്കെ കാണുമ്പോഴാണ് കാണുമ്പോഴാണ് നമ്മൾ പി എന്ന് ഹോൺ അടിക്കുന്നത് എന്ന് ഓർക്കുക. കാരണം ജോൺ എന്ന പേരിൽ ഇനിയും ആളുകൾ വരുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. സി ല്ലേ, വാഹനങ്ങൾ സി കാണുമ്പോൾ എന്ത് ചെയ്യുന്നു, പി എന്ന് ഹോൺ അടിക്കുന്നു. അപ്പൊ റോഡ് ഗതാഗതം, മോട്ടോർ വാഹന വകുപ്പ്, ജലഗതാഗതം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് CP ജോൺ ആണ്. ഇനി അനൂപ് ജേക്കബ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃ കാര്യങ്ങൾ, ലീഗൽ മെട്രോളജി. നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? അനൂപ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ അന്നം എന്ന് കണക്ട് ചെയ്യാം, ഭക്ഷണം അല്ലെ. അപ്പോൾ ഭക്ഷ്യ സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃ കാര്യങ്ങൾ, ലീഗൽ മെട്രോളജി ഒക്കെ അനൂപ് ജേക്കബ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ്. അനൂപ് എന്ന് പറയുമ്പോൾ നമ്മൾ അന്നം എന്ന് കണക്ട് ചെയ്തു, ഭക്ഷണം അല്ലെ. ഭക്ഷ്യ സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃ കാര്യങ്ങൾ, ലീഗൽ മെട്രോളജി. ഇനി ഷിബു ബേബി ജോൺ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് വനം, വന്യജീവി സംരക്ഷണം. നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? ഷിബു എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഷീ എന്ന് കണക്ട് ചെയ്യാം. ഷീ അവൾ അല്ലെ. അവൾ എങ്ങനെയാ പോകുന്നത്? ബേബിയുമായി, കുഞ്ഞുമായി വനത്തിൽ പോവുകയാണ് എന്നോർത്താൽ അവള് കുഞ്ഞുമായി, ബേബിയുമായി എങ്ങോട്ട് പോവാണ്? വനത്തിൽ പോവാണ്. വിറകൊക്കെ എടുക്കാൻ വേണ്ടി വനത്തിൽ പോവാണ് എന്ന് കണക്ട് ചെയ്താൽ മതി. അപ്പൊ എന്ത് ചെയ്യണം? കുഞ്ഞിന് സംരക്ഷണം നൽകണം അല്ലെ, വന്യജീവികളിൽ നിന്നൊക്കെ ശ്രദ്ധിച്ചു വേണം വനത്തിലോട്ട് പോവാൻ വേണ്ടിയിട്ട്. അപ്പൊ കണക്ട് ചെയ്ത് വെക്കാം. അവൾ എങ്ങോട്ടാ പോകുന്നത്? കുഞ്ഞുമായി വനത്തിലോട്ട് പോയി എന്നോർത്താൽ ഷിബു ബേബി ജോൺ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് വനം, വന്യജീവി സംരക്ഷണം. മോൻസ് ജോസഫ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ജലസേചനം, ഭൂഗർഭ ജല വകുപ്പ്, ഭവന നിർമ്മാണം. നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? മോൻസ് ജോസഫ് എന്ന് പറയുമ്പോൾ ഇവിടെ മോൻ എന്ന് കണക്ട് ചെയ്യാം അല്ലെ. മോനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട്, മോൻസ് ജോസഫ് എന്ന് പറയുമ്പോൾ മോനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് വെക്കുകയാണ് രക്ഷിതാവ്? ഭവനം നിർമ്മിക്കുകയാണ് എന്നോർത്താൽ മതി. ഭവനം നിർമ്മിക്കുകയാണ്, മോനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് വീട് വെച്ചു, ഭവനം വെച്ചു. ഇനി എന്താണ്? വീട് വെക്കുമ്പോൾ എന്തുകൂടെ നമ്മൾ നോക്കും? അവിടെ ജലലഭ്യത ഉണ്ടോ എന്ന് നോക്കൂ അല്ലെ. വീട് വെക്കുമ്പോൾ ജലലഭ്യത ഉണ്ടോ നോക്കും. അപ്പൊ ജലസേചനം, ഭൂഗർഭ ജല വകുപ്പ് കണക്ട് ചെയ്ത് വെക്കാലോ. മോൻസ് ജോസഫ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ജലസേചനം, ഭൂഗർഭ ജല വകുപ്പ്, ഭവന നിർമ്മാണം. VE അബ്ദുൾ ഗഫൂർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ഫിഷറീസ്, സാമൂഹ്യനീതി. നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് പോവാം? VE അബ്ദുൾ ഗഫൂർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് ഗൾഫ് എന്ന് കണക്ട് ചെയ്യാം കേട്ടോ, ഗൾഫ്. അപ്പോ നമ്മുടെ ഫിഷ് എവിടെ നിന്ന് നീന്തി വന്നതാണ്? ഗൾഫിൽ നിന്നും നീന്തി വന്ന ഫിഷ് ആണ് എന്ന് ഓർക്കാം. ഫിഷ് എവിടെ നിന്നാണ്? ഗൾഫിൽ നിന്നും നീന്തി വന്ന ഫിഷ്. നീന്തി എന്നതിൽ നിന്ന് സാമൂഹ്യനീതി എന്ന് കണക്ട് ചെയ്യാലോ. ഫിഷ് ഗൾഫിൽ നിന്നും നീന്തി വന്നു എന്നോർത്താൽ VE അബ്ദുൾ ഗഫൂർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ഫിഷറീസ്, സാമൂഹ്യനീതി വകുപ്പ്. PK ബഷീർ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് പൊതുമരാമത്ത്. നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? മരത്തിന്റെ പശ എന്നോർക്കാം. പശ എന്നതിൽ നിന്ന് ബഷീർ എന്ന് കണക്ട് ചെയ്യാലോ. ബഷീർ എന്ന് പറയുമ്പോൾ പശ എന്ന്, ജസ്റ്റ് പശ എന്ന് കണക്ട് ചെയ്താൽ മരത്തിൽ പശ. പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് PK ബഷീർ ആണ്. ഇനി നോക്കൂ, KM ഷാജി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് തദ്ദേശ സ്വയംഭരണം, ടൗൺ പ്ലാനിംഗ്, ഗ്രാമവികസനം, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പോ KM ഷാജി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഓർത്തിരിക്കാൻ വേണ്ടി, KM ഷാജി എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ക്ഷ എന്ന് ഓർക്കാട്ടോ. പഞ്ചായത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് എന്താണ് ഇക്ഷ ഇണ്ണ വരപ്പിക്കും എന്നോർത്താൽ മതി. അപ്പൊ KM ഷാജി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് തദ്ദേശ സ്വയംഭരണം, ടൗൺ പ്ലാനിംഗ്, ഗ്രാമവികസനം, സണ്ണി ജോസഫ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യങ്ങൾ, അനർട്ട്. നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? സണ്ണി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ സൺ എന്ന് കണക്ട് ചെയ്യാം അല്ലെ. സണ്ണിൽ നിന്ന് നമ്മൾ എന്തുണ്ടാക്കുന്നുണ്ട്? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, സോളാർ എനർജി അല്ലെ. അപ്പൊ സണ്ണിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അതുപോലെ ഇപ്പൊ നമുക്കറിയാം ഭയങ്കര ചൂടാണ്, പരിസ്ഥിതിയുടെ കാര്യമൊക്കെ മോശമാണ് അല്ലെ. ചെടികളൊക്കെ വാടിക്കരിഞ്ഞിരിക്കുന്നത് കാണാം. അതുപോലെ നമുക്ക് എവിടെ പോയിരിക്കാനാ തോന്നുക? നല്ല AC-യിൽ പോയിരിക്കാനാണ്. അപ്പൊ പാർലമെന്റിൽ പോയിരുന്നാൽ മതി എന്ന് നമ്മൾ ഓർത്തു പോകുമെന്ന് ഓർത്താൽ മതി. പാർലമെന്ററി കാര്യങ്ങൾ കണക്ട് ചെയ്ത് വെക്കാലോ. സണ്ണി ജോസഫ് എന്ന് പറയുമ്പോൾ നമ്മൾ സൺ എന്ന് കണക്ട് ചെയ്തു. സണ്ണിൽ നിന്ന് നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പൊ വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യങ്ങൾ, അനർട്ട് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് സണ്ണി ജോസഫ് ആണ്. N ഷംസുദ്ദീൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് വിദ്യാഭ്യാസം, വഖഫ്, ഹജ്ജ് തീർത്ഥാടനം, ന്യൂനപക്ഷ ക്ഷേമം. നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? ഷംസുദ്ദീൻ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ സംശയം എന്നോർക്കാം, സംശയം. അപ്പോൾ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ നമുക്ക് ഒരുപാട് സംശയം ഉണ്ടായിരിക്കും അല്ലെ. പഠന കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. സംശയങ്ങളൊക്കെ തീർത്ത് വേണം നമ്മൾ പഠിച്ചു പോവാൻ അല്ലെ. അപ്പോൾ വിദ്യാഭ്യാസം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്?
ഷംസുദ്ദീൻ ആണ്. നമ്മൾ സംശയം എന്ന് കണക്ട് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ നമുക്കൊരു പക്ഷമൊന്നുമില്ല അല്ലെ, എല്ലാവരും ഒന്നാണ്, നമ്മൾ എല്ലാവരും കൂട്ടുകാരാണ്. അപ്പൊ ന്യൂനപക്ഷ ക്ഷേമവും കണക്ട് ചെയ്യാലോ. ഇനി വഖഫ്, ഹജ്ജ്, തീർത്ഥാടനം. ഇനി നോക്കൂ, ഷംസുദ്ദീൻ എന്നതിൽ നിന്ന് നമുക്ക് സുദിനം എന്നും കണക്ട് ചെയ്യാലോ, സുദിനം. അപ്പോ ഹജ്ജിന് പോയ നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സുദിനമായി മാറും അല്ലെ. ഹജ്ജിന് പോയിട്ടുള്ള ആ ഒരു ദിവസം എന്താണ്, സുദിനം എന്താണ്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു സുദിനമാണ് എന്നോർത്താൽ വഖഫും ഹജ്ജ് തീർത്ഥാടനവും കൈകാര്യം ചെയ്യുന്നത് എൻ ഷംസുദ്ദീൻ ആണ് എന്ന് ഓർത്തിരിക്കാലോ. അപ്പൊ നോക്കൂ, ഉന്നത വിദ്യാഭ്യാസം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് റോജി എം ജോൺ ആണ്. ആരാണ്? റോജി എം ജോൺ ആണ്. അപ്പോ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഷംസുദ്ദീൻ ആണ്. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് സംശയങ്ങളാണ് എന്ന് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചു. ഈ സംശയങ്ങളൊക്കെ മാറ്റി നമ്മൾ ഉന്നത വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ നമ്മൾ IAS IPS ഒക്കെ പോലുള്ള വലിയ വലിയ റാങ്കിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ സ്ഥാനം എവിടെയായിരിക്കും? റോയിൽ മുന്നിലായിരിക്കും അല്ലെ, മുൻ റോയിലായിരിക്കും നമ്മുടെ സ്ഥാനം എന്നോർത്താൽ. ഉന്നത വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ്? റോയിൽ മുന്നിലാണ് അല്ലെ, മുൻ റോയിലാണ് എന്നോർത്താൽ റോ എന്നതിൽ നിന്ന് റോജി എം ജോണും കണക്ട് ചെയ്ത് വെക്കാലോ. അപ്പൊ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഷംസുദ്ദീനും ഉന്നത വിദ്യാഭ്യാസം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് റോജി എം ജോണുമാണ്. ബിന്ദു കൃഷ്ണ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് തൊഴില്, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, വനിതാ ശിശു വികസനം. നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? അപ്പോൾ ബിന്ദു എന്ന് പറയുമ്പോൾ നമുക്ക് വെറുതെ ഒരു ഭാര്യ എന്ന സിനിമയിലെ ഗോപികയുടെ ആ ഒരു ക്യാരക്ടർ കണക്ട് ചെയ്ത് വെക്കാം. ബിന്ദു എന്നാണ് ആ ഒരു ക്യാരക്ടറിന്റെ പേര് അല്ലെ. അപ്പൊ എന്താണ്, വീട്ടിലെ എല്ലാ തൊഴിലും ചെയ്യണം, വീട്ടിലുള്ള പശുവിനെയൊക്കെ നോക്കണം അല്ലെ, നോക്കി വളർത്തണം, വീട്ടിലെ ജോലികളുണ്ട്, കുഞ്ഞിനെയൊക്കെ നോക്കണം, മകളെയൊക്കെ നോക്കുന്നത് ആര് തന്നെയാണ്? ബിന്ദുവിന്റെ തൊഴിലാണ് അല്ലെ, ജോലിയാണ്. അപ്പോൾ ബിന്ദു കൃഷ്ണ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് തൊഴില്, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, വനിതാ ശിശു വികസനം. KM തുളസി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് പട്ടികജാതി, പട്ടികവർഗ, പിന്നാക്ക വിഭാഗ വികസനം. നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? ഇവിടെ പട്ടികജാതി എന്ന് പറയുമ്പോൾ ജാതി എന്ന മരം കണക്ട് ചെയ്ത് വെക്കാം അല്ലെ. ജാതി എന്ന മരം ചെറിയൊരു മരമാണ്, തുളസി എന്ന് കണക്ട് ചെയ്യാം, രണ്ട് മരങ്ങൾ, ജാതി എന്ന മരവും തുളസി എന്ന ചെറിയൊരു മരവും കേട്ടോ. അപ്പൊ പട്ടികജാതി, പട്ടികവർഗ, പിന്നാക്ക വിഭാഗ വികസനം ആരുടെ കൈകളിലാണ്? KA തുളസി. ഇനി 21ാമത്തെ മന്ത്രിയായിട്ടുള്ള OJ ജനീഷ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് കായികം, യുവജനക്ഷേമം, മൃഗശാലകൾ, മ്യൂസിയം, പുരാവസ്തു വകുപ്പ്, രജിസ്ട്രേഷൻ. അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം? കായികം എന്ന് പറയുമ്പോൾ OJ എന്ന് പറയുമ്പോൾ ഓടുക, ജമ്പ്, ചാടുക, ഓടുകയും ചാടുകയൊക്കെ ചെയ്യുന്നത് എന്താണ്? കായികത്തിൽ വരുന്നതാണ് അല്ലെ. അപ്പൊ OJ ജനീഷ് എന്ന് കണക്ട് ചെയ്യാലോ. ഇനി യുവജനക്ഷേമം എന്ന് പറയുമ്പോൾ ജനം എന്നത് പേരിലുണ്ട്, ജനീഷ് എന്നതിൽ വരുന്നുണ്ട്. അപ്പൊ OJ ജനീഷ് ആണ് കായികം, യുവജനക്ഷേമം. ഇനി മൃഗശാലകൾ, മൃഗശാലകളിലെ മൃഗങ്ങളെ കാണാൻ ആരാ വരിക? ജനങ്ങളാണ്. അപ്പൊ ജനീഷ് കണക്ട് ചെയ്ത് വെക്കാം. മ്യൂസിയങ്ങൾ നമ്മൾ കാണുന്നത് എന്താണ്? പണ്ടത്തെ രാജാക്കന്മാരുടെയോ അല്ലെ, പണ്ടത്തെ ജനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കളൊക്കെയാണ് മ്യൂസിയങ്ങളിലും പുരാവസ്തു വകുപ്പിലൊക്കെ നമ്മൾ കാണുന്നത്. ഇനി രജിസ്ട്രേഷൻ, നമ്മൾ എന്താണ്? ജനങ്ങളാണ് രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യുന്നത് അല്ലെ, ജനിച്ചു കഴിഞ്ഞാലും മരിച്ചു കഴിഞ്ഞാലും ഒക്കെ രജിസ്ട്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ ജനീഷ് എന്ന് കണക്ട് ചെയ്ത് വെക്കാലോ. അപ്പോൾ നമ്മുടെ കോഡുകളൊക്കെ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ. താങ്ക് യു.